ഉടമ്പടി എഴുതാനുണ്ടായ സാഹചര്യം എന്താ? ദൈവത്തെ കൂടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യം വന്നു. അതാണ് വിഷയം. നമ്മൾക്ക് വന്നിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഇപ്പോൾ 1 കോടി കടം, 2 കോടി കടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, അതിൻ്റെ മാനുഷികമായ മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണും തുറിക്കും, കയ്യും മരത്തും. എന്താണ്? ഒരു മാർഗവുമില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വരാതെ ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാകത്തില്ല. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ അമ്മ ഇവിടെ വരുമ്പോഴും മരിയൻ ഉടമ്പടിയാണ്. നമുക്ക് നടക്കുന്നത് ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ നിയമകാലത്തെ സമയത്തെ ചുരുക്കുന്ന മരിയൻ ഉടമ്പടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോഴും മരിയൻ ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്താണ്? അമ്മ ബൈ പേഴ്സൺ വരികയാണ്. ഉടമ്പടിക്ക് ശേഷം പല സാക്ഷ്യങ്ങളും പറഞ്ഞത് മാതാവിനെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാക്ഷ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഇവിടെ സഹോദരി പറഞ്ഞത് കാര്യം, ആ സാക്ഷ്യത്തിൻ്റെ നേച്ചർ നിങ്ങൾ പരിശോധിക്കണം. സാക്ഷ്യം നിങ്ങൾ ചില ആൾക്കാർ അമ്മയെ കാണുന്നില്ലെങ്കിലും ഉടമ്പടിയോടുകൂടി അമ്മ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി കർക്കശമായി വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇപ്പോൾ 2 സാക്ഷ്യങ്ങൾ അടുത്തടുത്ത് വന്ന സാക്ഷ്യങ്ങൾ എന്താ? ഒരു സാക്ഷ്യം എന്താ? അവർക്ക് കച്ചവടമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം, ഇപ്പോൾ തൈക്കാട്ടുശ്ശേരി കാര്യത്തിലെ സാക്ഷ്യം എന്താണ്? കച്ചവടമില്ല, അവർക്ക് ജീവിക്കാനുള്ള മാർഗം വറ്റിപ്പോകുന്നു. അപ്പോൾ അവർക്ക് പുതിയ കട വേണം, ടൗണിൽ വേണം. അപ്പം അത് അവർ ആ ടൗണിൽ ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്ന് അവരോട് പറയുകയാണ് ടൗണിൽ ഒരു കട ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയി അന്വേഷിക്കാം. അവിടെ ചെന്നപ്പോൾ കടയില്ല. നിങ്ങളുടെ അയൽവാസി തന്നെയാണ് ആ കട ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കടയില്ല, പക്ഷെ അയൽവാസി അവിടെ നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇയാളുടെ ഉദ്ദേശം അവരോട് പറയും. അപ്പോൾ എന്താ കുഴപ്പമില്ല, ഒരു 2 നില കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിത് തന്നോളാം. പക്ഷെ അങ്ങനെ പറയണ സമയത്ത് ഈ ഉടമ്പടി ചെയ്ത ചേച്ചിയുടെ ഭർത്താവാണ് കടക്കാരനുമായിട്ട് ടൗണിൽ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഉടമ്പടി ചെയ്ത ചേച്ചി വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ അമ്മ ബൈ പേഴ്സൺ ഇവിടെ മുമ്പിലിരിക്കും. അവർ കരഞ്ഞു പോകും. ഇത് തന്നെയാണ് ഉടനെ 3 മാസത്തിനുള്ളിലാണ് 2 നില കെട്ടിടം കിട്ടുന്നത്. എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. മോസസിനോട് ചെയ്ത കാലത്തും മോസസിനോട് പറഞ്ഞ് നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനാകുമെന്ന് പറഞ്ഞു. സമ്പത്തിൻ്റെ പേരും ദൈവം അനുഗ്രഹിക്കും. ആ ഉടമ്പടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആഹാരത്തിൻ്റെ മേൽ, അടിസ്ഥാന ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ വാഗ്ദാനമായി നൽകുന്നതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത്. ആഹാരമല്ലേ വീഞ്ഞ്. അത് കല്യാണത്തിന് വീഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യഹൂദന് അത് അടിസ്ഥാന പ്രശ്നമാണ്. അടിസ്ഥാന പ്രശ്നങ്ങളുടെ മേലെല്ലാം അമ്മ ബൈ പേഴ്സൺ ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വേറൊരു സാക്ഷ്യം നമ്മുടെ വരാപ്പുഴ ജോസഫ് ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ്? ജോസഫ് ചേട്ടൻ്റെ വയറ് 8 പേരെ ഒരുമിച്ച് കിടത്തിയിരിക്കുന്ന ആശുപത്രി. എന്തിനാണ്? ലിവർ സിറോസിസ്. ഇപ്പോൾ ലിവർ സിറോസിൽ ചേട്ടൻ്റെ കയറിൽ ഈ ലിവർ ലീക്ക് ചെയ്തിട്ട് വയറ് വീർത്തിരിക്കുകയാണ്. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? നമുക്ക് ബുധനാഴ്ച രാവിലെ വെള്ളം കുത്തിയെടുക്കാം. ഡോക്ടർ ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയുമ്പോഴാണ് ഉറങ്ങണമെങ്കിൽ പിന്നെയുള്ള കാര്യം വയറ്റിലെ വെള്ളം കുത്തിയെടുക്കണം. അപ്പോൾ അനിയൻ വന്ന് ഉടമ്പടി ചെയ്യും. അനിയൻ ഇവിടുന്ന് ഒരു നേർച്ച വസ്തു കൊണ്ട് ചേട്ടനോട് കൊടുക്കും. ചേട്ടന് കൊടുത്തിട്ട് പറയും ഇന്ന് രാത്രി അമ്മ ചേട്ടനെ ബൈ പേഴ്സൺ കാണുന്നുണ്ടെന്ന് പറയും. അപ്പം അമ്മ നേരിട്ട് വന്ന് ചേട്ടനെ അവൻ ഇവിടെ വന്നപ്പോൾ അമ്മ അവൻ്റെ മനസ്സിൽ കൊടുത്ത ചിന്തയാണ്, ഞാനിന്ന് രാത്രി നിൻ്റെ ചേട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന്. ചേട്ടന് 55 വയസ്സുണ്ട്. രാത്രി 2 മണിയായിട്ട് ഈ മനുഷ്യൻ ഉറക്കമില്ല. കാര്യം വയറിങ്ങനെ മെത്തി വീർത്തിരിക്കണ കാരണം ഉറക്കമില്ല. 2:30 മണിയായപ്പോൾ ഒരു കണക്കിന് ഉറങ്ങി മയങ്ങിപ്പോയി. പെട്ടെന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട്, അയാളുടെ സാക്ഷി നിങ്ങൾ കേൾക്കാം, യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ വിചാരിച്ച് സ്വപ്നമാണ്. അനുജനിങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് ഓർത്ത് കിടന്നത് കൊണ്ട് വന്നു പോയ ഒരു സ്വപ്നമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വയറിങ്ങനെ ഇരക്കാൻ തുടങ്ങി. 3 മിനിറ്റിനുള്ളിൽ ബാത്റൂമിൽ ചെന്നപ്പോൾ ഈ വയറിൻ്റെ അടുത്തുണ്ടായിരുന്ന മുഴുവൻ ഗ്യാസും വെള്ളവും എല്ലാം അടിച്ച് പുറത്തു പോയി. വയറ് ചൊട്ടി പഴയതുപോലെയായി.
രാവിലെ ഡോക്ടർ വന്ന് വെള്ളം കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ വയറ് വരെ ചുട്ടിക്കിടക്കണം. അപ്പോൾ ഡോക്ടറിനോട് സംഭവിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതൊന്നും മിണ്ടിയില്ല. ഡോക്ടർ നിങ്ങളുടെ കരളിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാട്ടെന്ന് പറഞ്ഞു. ഉടനെ കരൾ കൊണ്ട് സ്കാൻ ചെയ്ത് അത് 90% ഡാമേജ് ആയിരുന്നു ആ സംഭവം. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ പുതിയ കരൾ പോലെ ഇരിക്കണത്. അപ്പോഴേ ഈ അമ്മയുടെ വ്യക്തിപരമായ സന്ദർശനം ഇപ്പം തുടങ്ങിയതല്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് കുറേ ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞില്ലേ? ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒരു മൂലമെന്ന് പറയണത്. കാര്യം വാഴപ്പെട്ടിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ 42 സെക്കൻഡ് കൊണ്ടാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഒരു വരിയാണ്, അമ്മ ആഗ്രഹിക്കുന്ന ഒരു പ്രക്ഷാകര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന്. ആ പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയവർക്കറിയാം. ആ അമ്മ ആഗ്രഹിക്കുന്ന രക്ഷാകര പദ്ധതിയായിട്ടാണ് പിന്നീട് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരുന്നത്. പക്ഷെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുത്ത ദിവസം 2015 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് കൊടുത്തതെന്ന് തോന്നണം. കൊടുത്ത ദിവസം ഇവിടുന്ന് പ്രാർത്ഥന വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ചേച്ചി വൈക്കത്ത് പോയി. വൈക്കത്ത് അവരുടെ ബന്ധുവിനെ കാണാൻ പോയി. ആശുപത്രിയിലാണെന്ന് വിചാരിച്ചാൽ കാണാൻ പോയി. കാണാൻ ബന്ധു എന്താ സംഭവിച്ചിരിക്കണത്? പെട്രോളിയം ജെല്ല് വീണ് കൈ വെന്ത് കീറി പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ കൈ കൊണ്ട് വേലയെടുത്ത് തിന്നാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പിന്നെ അവളെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം ഒരു നിമിഷം വായിച്ചിട്ട് അവരങ്ങ് പിന്നെ രാത്രി ഉറങ്ങിപ്പോയി. രാത്രി ഇത് കൊടുക്കണേ. രാത്രി ഏതോ ഒരു സമയത്ത് അമ്മ വന്ന് കയ്യെ തൊടുന്നുണ്ട്. കൈ അറ്റം മുതൽ ഈ ഭുജം വരെ തൊടും. ഇവൾ രാത്രി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പഴുത്ത് വിണ്ടുകീറി വളരെ വേദനിച്ചിരുന്ന കൈ സാധാരണ പുതിയ കൈ പോലെ ഇരിക്കണം. അപ്പോൾ അവൾ വെളുപ്പിനെ ഓടി ഇവിടെ വന്ന് ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലം മുതൽ അമ്മ ബൈപ്പേഴ്സൺ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം. അപ്പം അതറിഞ്ഞ് വേണം ഈ ഉടമ്പടി ചെയ്യാൻ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മ വ്യക്തിപരമായിട്ട് വരുത്തുന്ന ഇപ്പോൾ ഒരു അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത്. അമ്മ ബൈപ്പേഴ്സൺ കുടുംബങ്ങളിൽ വരണത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിപ്പോൾ പലരും റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. അത് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. എന്താ വിഷയമെന്ന് ചോദിച്ചപ്പോഴേ ഇസ്രായേൽക്കാരൻ ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും നടുക്കായിപ്പോയി ജീവിതം. അതാണ് ദൈവം കൂടെ വരാൻ കാരണം. അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സീനായിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങോട്ടാണ്? ജെറീക്കോയിലേക്കാണ് പോകേണ്ടത്. ജെറീക്കോക്കാർ ഇവരെ കൊന്നുകളയും. കാര്യം അവരൊരു യുദ്ധ നൈപുണ്യന്മാരും രാക്ഷസന്മാരുമാണ്. അപ്പം മുമ്പോട്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നും. നിങ്ങൾക്കും ഭാവിയിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അച്ഛൻ പറയണത്. പിന്നെ മുന്നോട്ട് പോയാലുള്ള ജോർദാൻ നദിയാണ്. ഇവർ 6 ലക്ഷം പേരുണ്ട്. 6 ലക്ഷം പേര് എങ്ങനെയാണ് ജോർദാൻ നദി കടക്കണത്? നീന്താതെ കടക്കാൻ പറ്റത്തില്ല. നീന്തി കടന്നാലുള്ള ഭവിഷ്യത്ത് എന്താണ്? അപ്പുറത്ത് ജബൂസയർ, കാനനൈറ്റ്സ്, സമരിട്ടന്മാർ, ഇങ്ങനെ കുറേ കാട്ടുജാതി വർഗ്ഗക്കാരുണ്ട്. അവരിവർ വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. അപ്പോൾ എവിടുന്ന് ജെറീക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് പകുതി പേര് രക്ഷപ്പെട്ടാലും പകുതി പേര് വെള്ളത്തിലിട്ട് കൊള്ളും. അപ്പോൾ അവർ പറഞ്ഞു, മോശത്തിനോട് പറഞ്ഞ്, ഞങ്ങൾ ചാകാൻ തയ്യാറല്ല. ഞങ്ങളുടെ മുമ്പോട്ട് നോക്കിയിട്ട് മരണം, കൊലപാതകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. എങ്ങോട്ട് തിരിച്ചു പോകാൻ? വന്ന സ്ഥലത്തേക്ക്, ഈജിപ്തിലോട്ട് പോയി പഴയ അടിമത്തത്തിൽ ജീവിച്ചോളാം. നാണക്കേടാണെങ്കിലും മാനക്കേടാണെങ്കിലും ഭക്ഷണമെങ്കിലും കിട്ടുമല്ല എന്ന് പറഞ്ഞ്. അപ്പം മോസസ് പറഞ്ഞ് കർത്താവിൻ്റെ ജനത അടിമത്തം വീണ്ടും അനുഭവിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞു. അപ്പോഴേ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആത്മഹത്യ, മുമ്പോട്ട് തിരിഞ്ഞു നോക്കിയാൽ കൊലപാതകം. നടുക്ക് നിൽക്കുന്ന ജനം അന്തം വിട്ട് നിൽക്കുമ്പോഴേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രമേ ഞങ്ങൾക്കിന് ജീവിതമുള്ളെന്ന് പറഞ്ഞു. ശ്രുതിയുടെ ഹല്ലേലൂയ, ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെ വരുന്ന ദൈവമേ,
അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ തളരുകയില്ല, ഞങ്ങൾ വീട് പോവുകയില്ല. സങ്കീർത്തനം 144 അങ്ങ് ഞങ്ങളെ താങ്ങിക്കൊള്ളും, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ വീണ്ടും ഇവിടെ ഉയർത്തിയതിനായിട്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്രെൻഡില. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ 26, 2022 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു കാർ ലൈസൻസ് കിട്ടിയതാണ്. ഞാൻ ചെറുതിലേ മുതലേ വളരെ പാരൻസിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യവും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചെയ്തു തരുമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അങ്ങ് പുറത്തു പോയി ചെയ്യുന്ന ഒരു പ്രകൃതം എനിക്കില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാണ് കാർ ഓടിച്ച് പഠിക്കണം. എനിക്കത് ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് മറ്റുള്ളവരെ മുഖത്ത് നോക്കി ഞാൻ പത്രം കൊടുത്ത് എനിക്ക് ഒരു ധൈര്യം കിട്ടിയത്. അതല്ലാതെ കാർ ഓടിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് ഒട്ടുമില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കൊരു മൂന്നാമത്തെ ഒരു വ്യക്തിയിലൂടെ എനിക്കത് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കാറിൽ ഞാൻ കയറാൻ പോവുകയാണ്. ഞാൻ സൈഡ് സീറ്റിലിരിക്കാൻ പോയപ്പം വികാരി അച്ഛൻ വന്ന് ചോദിച്ചു, സൈഡ് സീറ്റിലിരുന്നാൽ മതിയോ, കാറൊക്കെ ഓടിച്ച് പഠിക്കണ്ടേ, ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാറൊക്കെ ഓടിച്ച് മിടുക്കിയാവണ്ടേ എന്ന് ചോദിച്ചു. അതെനിക്ക് മാതാവ് തന്നൊരു വെളിപാടായിരുന്നു. ഞാൻ ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. എന്നിട്ടും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു സ്വയം കാർ ലൈസൻസിന് ഡ്രൈവിംഗ് സ്കൂൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്കൊരു ഭയമായിരുന്നു. ഞാൻ ഗൂഗിൾ വഴി ഒരു നമ്പറൊക്കെ കണ്ടെത്തി. പക്ഷേ എനിക്ക് അറിയത്തില്ല എങ്ങനെ പോകണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഉള്ളിലൊരു ഭയം. പിന്നെ ഞാൻ കാശിരൂപം പിടിച്ചിട്ട് കാശിരൂപത്തിൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ പുറത്തിറങ്ങുകയാണ്, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാർ ലൈസൻസിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ഞാൻ പോയി. എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങി. ഞാൻ ഒരു 5 വീടുണ്ട് പുറത്ത്. ആ ലെയിൻ കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. മെയിൻ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ആർക്കും അറിയത്തില്ല, ആർക്കും എന്നെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആ ലെയിൻ്റെ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, ആ വീടിൻ്റെ അവസാനത്തിൽ ആ ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, ഈ വെയിലത്ത് നടക്കണേക്കാളും കാർ ഡ്രൈവിംഗ് പഠിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി മാതാവാണ് ചേച്ചിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ തിരക്കി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എവിടെയും പോകണ്ട, എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ അറിയാം. ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ചേച്ചി തന്നെ ആ ഡ്രൈവിംഗ് സ്കൂളിനെ വിളിച്ചു, എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് നടത്തി ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഞാൻ പുറത്ത് നടക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ഓട്ടോച്ചേട്ടനുണ്ട്. ആ ഓട്ടോച്ചേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ കടയിൽ ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ നല്ല സുഗന്ധ അഭിഷേകം. കാരണം എനിക്കത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ നല്ല പെർഫ്യൂം ഓട്ടോയിൽ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അല്ല ഞാനൊന്നും അടിച്ചിട്ടൊന്നുമില്ല, എനിക്ക് മണമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി തിരിച്ചു വന്നു. അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു. ധ്യാനം തുടങ്ങിയപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും പല വ്യക്തികൾക്കും മാതാവ് സുഗന്ധാഭിഷേകത്തിലൂടെ മാതാവിൻ്റെ പ്രസൻസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് അത് പ്രസൻസ് എനിക്ക് അറിയിച്ചതാണെന്ന്. ഞാൻ ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഉടനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന് ചേർന്നു. ഞാൻ നല്ല രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോഴും ഓരോ പ്രാവശ്യം ഓരോ കുട്ടികളും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് സാറ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങളെല്ലാം ഡ്രൈവിംഗ് സീറ്റിലിരുത്തുന്നത്. അപ്പോൾ കുട്ടികൾ തെറ്റിക്കുമ്പോഴൊക്കെ സാറ് ഒത്തിരി വഴക്ക് പറയും. പക്ഷെ ഞാൻ തെറ്റിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ പറയും, എന്തിനാണ് ഭയപ്പെടുന്നത്, പരിശുദ്ധാത്മാവിലെ നില്ല് നിറഞ്ഞിരിക്കുന്നത്, നിൻ്റെ കാലുകളെയും കൈകളെയും ബലപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അതെൻ്റെ ഈശോ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്കൊരു സ്വപ്നം ഉണ്ടായി. എൻ്റെ മാതാവ് എടുക്കുന്നതിൻ്റെ അവിടെ നിന്നിട്ട് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ, ഞാൻ കാറിനകത്തിരിക്കുകയാണ്. എൻ്റെ മാതാവ് പറയാണ്, നിൻ്റെ കാറ് വളയത്തില്ല, നീ ധൈര്യമായിട്ട് പോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമെന്ന്. അതെനിക്കൊരു വലിയൊരു ബലമായിരുന്നു. ഞാൻ രാവിലെ പോയപ്പോൾ എൻ്റെ ഈശോയോട് ചോദിച്ചു, ഈശോയെ നിൻ്റെ വചനം ഉരുവിടാനുള്ളൊരു വചനം എനിക്ക് തരണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയത് സുഭാഷിതം 10:6 എന്നുള്ള വചനമായിരുന്നു. നീതിമാന്മാരുടെ ശിരസിന് മുകൾ അനുഗ്രഹങ്ങൾ കൂടികൊള്ളുന്നു. ഞാനത് ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. ഈശോ തന്ന ഒരു കരുണയ്ക്കായിട്ടും മഹത്വത്തിനായിട്ടും ഞാൻ എൻ്റെ ഈശോയ്ക്ക് മാതാവിന് നന്ദി പറയുന്നു. ഇതിലൂടെ കിട്ടിയ എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് ഡെയിലി മാസിന് പോകാൻ സാധിക്കത്തില്ല, എനിക്ക് സാറ്റർഡേ സൺഡേ പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും. പക്ഷേ എനിക്ക് കാർ കിട്ടിയത് കൂടി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു കാർ വാങ്ങിച്ചു തന്നു. കാർ വാങ്ങിച്ച് ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ഡെയിലി മാസിന് പോയാണ്.
എൻ്റെ ഈശോയുടെ തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കാൻ എല്ലാ ദിവസവും എനിക്ക് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളൊരു ട്രിപ്പിന് പോയായിരുന്നു. ടർക്കിയിൽ ഒരു ട്രിപ്പിന് പോയി എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് സ്റ്റമക്ക് അപ്സെറ്റായി, വയറ് സുഖമില്ലാതായി. ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 2 ഫ്ലൈറ്റ് കയറണമായിരുന്നു. 2 ഫ്ലൈറ്റിലും ഞാൻ ഒട്ടും സുഖമില്ലാതായി. ഒരുപാട് പ്രാവശ്യം എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം കൊളാപ്സ് ആവുമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്ന അങ്ങ്, നീ എൻ്റെ മേലും കരുണ ചൊരിയണം, നീ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കണം, ഉടമ്പടി വസ്തുക്കളിലൂടെ എന്നെ നീ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനൊന്നും സാധിച്ചില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി സാക്ഷ്യ പേപ്പർ ഉണ്ടായിരുന്നു. കൃപാസനം പേപ്പർ ഞാൻ മൊത്തം ഫ്ലൈറ്റിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് മൊത്തം വായിച്ച് തീരുന്നത് മൊത്തം സാക്ഷ്യങ്ങളാണ്, മാതാവ് തൊട്ട ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യങ്ങളാണ്, എന്നെയും തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ റൂമിലെത്തി. ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ എനിക്കൊരു ഡ്രിപ്പ് തന്നു. ഞങ്ങൾ രാത്രി 2:30ക്കാണ് തിരിച്ചു വന്നത്. എനിക്കങ്ങനെ ടയേർഡ്നെസ് ഒന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, മാതാവേ, ഒരു ദിവസം പോലും ഞങ്ങളുടെ ട്രിപ്പ് എൻ്റെ ഒരു കുറവ് കാരണം ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേന്ന് ഞാൻ 2:30ക്ക് വന്ന ഉടനെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കിടന്നു. ഞങ്ങൾക്ക് ആർക്കും എൻ്റെ ഒരു കുറവ് കാരണം ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഞാൻ ആ ട്രിപ്പ് മൊത്തം തീർത്തത്. ഞാൻ ഒരു പുറത്ത് പോകുമ്പോൾ, ഒരു ട്രിപ്പിനോ എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനൊരു വചനം എടുക്കും. വചനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി എനിക്ക് കിട്ടിയ വചനമായിരുന്നു മലാക്കി 4:2. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ശരിക്കും ഞാൻ തുള്ളിച്ചാടുന്നത് പോലെയായിരുന്നു എൻ്റെ 10 ദിവസവും. എനിക്ക് യാതൊരു അസുഖവും അസ്വസ്ഥതയോ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 ഞാൻ നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് വയറിന് വളരെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അസിഡിറ്റിയുടെ പ്രോബ്ലം നല്ലതായിട്ട്, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മുതൽ ഇന്ന് വരെയും എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും അത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല. എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ 7ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് അത് വളരെ അസഹനീയമായ അസ്വസ്ഥതയായിരുന്നു. ഞാൻ എൻ്റെ 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു, തല മുതൽ പാദം വരെ എന്നെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ഉടമ്പടി വസ്തുക്കളിലൂടെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗ്യാസ്ട്രോനെ കാണാൻ പോയി. ഗ്യാസ്ട്രോ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാം, പക്ഷേ നിൻ്റെ സാന്നിധ്യം അറിയിക്കേണ്ടത് ആ ഒരു ടെസ്റ്റ് പോലും ബയോപ്സിക്ക് അയക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു. എൻഡോസ്കോപ്പി ചെയ്തു. എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അൾസറിൻ്റെ ചെറിയൊരു പ്രശ്നമാണുള്ളത്, വേറെ പ്രശ്നമൊന്നുമില്ല, ബയോപ്സിക്കൊന്നും അയക്കേണ്ട അങ്ങനത്തെ ഒരു സീരിയസ് മാറ്ററൊന്നും അല്ലെന്ന് പറഞ്ഞു. മരുന്ന് തന്നു. മരുന്ന് കഴിക്കാൻ തുടങ്ങി. പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ വേഴ്സ് ആവുന്നു. എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അത്രയേറെ അസ്വസ്ഥതയായിരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല, അങ്ങയുടെ ഉടമ്പടി വസ്തുക്കളിലൂടെ എനിക്ക് സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. മാർച്ച് 15-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയത്, 7ാമത്തെ ഉടമ്പടി. മാർച്ച് 15-ന് വന്ന് പുതുക്കി. മെയ് 15 ആയപ്പോൾ എൻ്റെ അസ്വസ്ഥത പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അത് മുഴുവൻ ഒരു നോയമ്പിൻ്റെ സമയമായിരുന്നു. എനിക്ക് ആ തന്ന യാതനകളെല്ലാം എൻ്റെ ഈശോയുടെ കുരിശിൽ ഞാൻ സമർപ്പിച്ച് ഞാൻ സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ റാലിക്ക് എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. 2023 ഞാൻ അപ്പം ഉടമ്പടി എടുത്ത ആ ഒരു സമയമായിരുന്നു, സാക്ഷ്യം പറഞ്ഞ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ 14 വയസ്സാകുമായിരുന്നു. എൻ്റെ മോൾക്ക് പീരീഡ്സ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറഗുലർ പീരീഡ്സാണ്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു, 14 വയസ്സായിട്ടും പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കാണിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടിയുടെ മകളാണ്, എൻ്റെ മകളെ നീ ഹോസ്പിറ്റലിൽ പോയിട്ട് പീരീഡ്സ് ആകരുത്, നീ തന്നെ നാച്ചുറലായിട്ട് എനിക്ക് എൻ്റെ കൊച്ചിന് പീരീഡ്സ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് തലേ ദിവസം ഒക്ടോബർ 26-നായിരുന്നു റാലി. ഒക്ടോബർ 25-ന് ഞാൻ എൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു. ഒക്ടോബർ 26-ന് ഞാനന്ന് ഫുൾ ഡേ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ മോള് വന്ന് പറഞ്ഞു എനിക്ക് പീരീഡ്സ് ആയെന്ന്. ആദ്യമായിട്ട് എൻ്റെ മോള് പ്രായമായി. എനിക്കത് എൻ്റെ മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് അത് വിളിച്ച് പറയുന്ന സമയത്ത്
എൻ്റെ വീടിൻ്റെ പുറത്തൊരു ആൻറ്റി വന്ന് ഒരു വയസ്സായ ഒരു അമ്മച്ചി വന്ന് നിന്നു. കാരണം എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വീട് തെറ്റിപ്പോയതാണെന്ന്. പക്ഷെ വീട് തെറ്റിപ്പോയതാണെന്ന് പറയണമെങ്കിലും എൻ്റെ മുഖത്ത് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം എനിക്കെന്തോ എൻ്റെ മാതാവ് വന്നതാണ്. ആ സമയത്ത് തന്നെ അമ്മച്ചി വന്നതുപോലെ അമ്മച്ചി വരികയും എനിക്കത് അമ്മച്ചി മാതാവാണോ എന്ന് ഭയങ്കര ഒരു തോന്നുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ ഫുഡ് തരട്ടെ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ പൈസ ഞാൻ അമ്മച്ചിക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അമ്മച്ചി എൻ്റെ മോളിന്ന് ആദ്യമായിട്ട് പ്രായമായി, അമ്മച്ചിയുടെ കയ്യിൽ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പറഞ്ഞു മോൾ എവിടെ? അപ്പം ഞാൻ പറഞ്ഞു വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അതെൻ്റെ മാതാവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ എന്നെ ഇടയാക്കി അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. 2024 ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ വെച്ച് റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ പേഴ്സണൽ ഇൻറ്റൻഷൻ എനിക്ക് സാധിച്ചു കിട്ടുകയും റാലി സക്സസ്ഫുൾ ആക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടി, അതായത് യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന കൊന്ത ചൊല്ലണമെന്ന് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിക്കുന്ന സമയത്ത് ഞാൻ 2:30 പച്ചത്തിരി കത്തിച്ച് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ പച്ചത്തിരി കത്തിച്ച് കൊന്ത ചൊല്ലുമ്പോഴൊക്കെ എനിക്കതിൽ ഒരുപാട്, അതായത് ആ വിക്ക് ഹാർട്ടിൻ്റെ രൂപത്തിൽ ഫോം ചെയ്യുന്നതായിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഒരു ദിവസം എൻ്റെ മോള് ടൂറ് പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങയുടെ ഗ്രേ അങ്കിയിൽ പൊതിഞ്ഞ് എൻ്റെ മകളെ കാത്ത് സംരക്ഷിക്കണമെന്ന്. അന്ന് തിരി നല്ലതായിട്ട് ആളിക്കത്തി. അതിൽ മാതാവ് ഉണ്ണീശോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ വാക്സ് ഫോം ചെയ്ത് വന്നു. അതുപോലെ തന്നെ നൊയമ്പ് സമയത്തും മാതാവ് കുരിശിലിങ്ങനെ ചാരിയിരിക്കുന്നത് പോലെ അതും ഫോം ചെയ്തു വന്നു. അതെനിക്ക് ശരിക്കും മനസ്സിലായത് ഇവിടെ കൃപാസനം ചാനലിലൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, മാതാവ് ഇങ്ങനെ കുരിശിൻ്റെ ചുവട്ടിൽ ചാരിയിരിക്കുന്നതായിട്ട്. ശരിക്കും അതുപോലെയാണ് എൻ്റെ മെഴുകുതിരിയിലും ഫോം ചെയ്തത് വന്നത്. ഈ ഒരു കൃപകൾക്കായിട്ടും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. പല മാതാപിതാക്കളുടെ മക്കളായ നമ്മൾ ഈ ഒരൊറ്റ അമ്മയിൽ ഒരൊറ്റ നിയോഗമേ ഉള്ളൂ, നിത്യത എന്നുള്ളൊരു നിയോഗം. ഞങ്ങൾക്കെല്ലാം ഈ ഒരു അമ്മയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വസ്ത മക്കളായിട്ട് ഈശോയെ നിത്യതയോളം വിശദീകരിക്കണം, ഈശോയെ സ്നേഹിക്കണം എന്നുള്ള ഒരൊറ്റ ധർമ്മമേ നമുക്കിപ്പോൾ ഉള്ളൂ. വേറെ നിയോഗങ്ങളൊന്നും, എൻ്റെ നിയോഗങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതി വയ്ക്കാറ്. അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടിയതിനായിട്ടും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ കൂടുതലും ഹോസ്പിറ്റൽസിൽ രോഗികൾക്കാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറ്. അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പം മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ഈ ഓൺലൈൻ വഴി ഒത്തിരി സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ വഴി ഞാൻ സഹായം ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി പറയും. നിങ്ങൾ കൃപാസനത്തിൽ പോകണം, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ കോൺടാക്റ്റ് നമ്പർ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറ്. അവരുമായിട്ട് എനിക്കിപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അതിൽ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചേച്ചിയുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് വരികയും ആ ചേച്ചി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു മെൻ്റലി റിട്ടായർഡ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വേനൽക്കാലമായിട്ട് ഒട്ടും വെള്ളം കിട്ടുന്നില്ല, മോള് ഞങ്ങളുടെ ആ സ്ഥലത്ത് വെള്ളം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വെള്ളം കിണർ കുഴിച്ചു മറ്റു സ്ഥലത്ത് കിണർ കുഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ വെള്ളം വറ്റിപ്പോയി. ഈ വയ്യാത്ത കുട്ടികൾ കാരണം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്, വെള്ളത്തിന് വളരെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ എൻ്റെ കിണറിൽ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും ചേച്ചി മാതാവ് കനിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, എന്നാൽ മാലാഖമാല പോലത്തെ ഈ മക്കൾക്ക് നീ വെള്ളം ഇല്ലാതെ അവർ വലയുന്നുണ്ട്, അവരെ നീ സഹായിക്കണം, വേഗം തന്നെ പോയി അമ്മ മാതാവ് അവിടെ പോയി വെള്ളം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചേച്ചിക്കും ഈ ഒരു സന്ദേശം അയച്ചായിരുന്നു. ചേച്ചിയുടെ അടുത്തും പറഞ്ഞു, ചേച്ചി ഉടമ്പടി ജീവിതമാണ് നയിക്കുന്നത്. ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ശനിയാഴ്ചയാണ് ഈ ചേച്ചി വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞത്. ശനിയാഴ്ച രാത്രി ഞാൻ ഈ ഉടമ്പടി ഉപ്പ് എൻ്റെ കിണറിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, 5 ദിവസത്തിൽ കൂടരുത് കേട്ടോ മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ സമയത്തിന് ചൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു മൊബൈൽ എടുത്ത് നോക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ആ ചേച്ചിയുടെ മെസ്സേജ് ഞായറാഴ്ച രാത്രി 11:30 കിടപ്പുണ്ട്. ചേച്ചി പറഞ്ഞു, ഞായറാഴ്ച ഉച്ചയ്ക്ക്
കിണർ കുഴിക്കാൻ ആൾ വന്നു. എവിടെയാണോ കിണർ വറ്റിപ്പോയത് ആ സ്ഥലത്ത് 1 മണിക്കൂറേ അവർ കുഴിച്ചിട്ടുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നല്ല തെളിഞ്ഞ വെള്ളം വന്നു. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് വെള്ളമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മോക്ക് 1000 നന്ദി പറഞ്ഞാണ് ആ ചേച്ചി വെച്ചത്. എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എൻ്റെ മാതാവ് ഇത്ര പെട്ടെന്ന് ആ ആഗ്രഹം സാധിച്ചു തന്നതിനായിട്ട് എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എന്ന് പറഞ്ഞ ഈ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് കൂടുതൽ വളർന്ന് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാനും എൻ്റെ മക്കളെല്ലാവരും സാക്ഷ്യം പറയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ഒരു എളിയൊരു സന്ദേശം പറയാൻ എനിക്ക് അനുമതി കിട്ടിയ എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു.